എയർ ഇന്ത്യയുടെ പ്ലെയിൻ ക്രാഷ് നടന്നിട്ട് കുറച്ച് ദിവസമായി, 2 ദിവസമായി. എന്തായാലും നമുക്ക് അതിന്റെ ഒരു അവലോകനം കാണുമ്പോൾ ഈ ഈ പ്ലെയിൻ ഒരിക്കലും പൈലറ്റിന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല തകർന്നു വീണതെന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നിന്ന് കാണാൻ കഴിയും. ഈ വീഡിയോ ചിത്രീകരിച്ച ആര്യൻ അൻസാരി എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ തന്റെ കൗതുകത്തിന്റെ പേരിൽ വിമാനം ഇങ്ങനെ താഴെ പറക്കുന്നത് കണ്ടിട്ട് അത് പോയിട്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. അതാണിപ്പോൾ നിർണായക തെളിവായി മാറി. കാരണം നമുക്കിപ്പോ കാണാൻ സാധിക്കും പൈലറ്റ് ആ വിമാനം അതിന്റെ പവറും ത്രസ്റ്റും ലിഫ്റ്റും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അത് ഇടിച്ച് തകരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ മൂക്ക് ഉയർത്താൻ ശ്രമിക്കുന്നതാണ്. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇടിച്ച് തകരാൻ പോകുന്ന മൂക്ക് ഉയർത്തി പറന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം പൈലറ്റ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ വിമാനത്തെ എങ്ങനെയെങ്കിലും ഒരു ക്രാഷ് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു പറമ്പ് അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഹൈവേ കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ക്രാഷ് ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ വിമാനത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. കാഷ്വാലിറ്റി ഉണ്ടാവാം, പക്ഷെ ഈ വലിയ തീപിടുത്തവും വലിയ സ്ഫോടനം ഉണ്ടായി മുഴുവൻ ആൾക്കാരും കാഷ്വാലിറ്റിയിൽ പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ അവിടെ നമുക്ക് പറയാൻ കഴിയും ആ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഇപ്പോഴും താഴ്ന്നിരിക്കുകയായിരുന്നു. താഴ്ന്നിരിക്കുന്ന ലാൻഡിംഗ് ഗിയർ ഉള്ളതിനാൽ തന്നെ എവിടെയെങ്കിലും ഒരു പ്ലെയിനായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മൈതാനത്ത് ഈ ക്രാഷ് ലാൻഡ് ചെയ്താൽ തന്നെ വിമാനം പൊട്ടി കുളർന്നു പോകാം. അപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടാവാതെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിനകത്ത് വ്യക്തമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ വിമാനം അത് പവറില്ല, അതുപോലെ തന്നെ അതിനെ ലിഫ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല. അതിന് എഞ്ചിൻ എന്തോ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അല്ലെ എഞ്ചിന് കംപ്ലൈന്റ് ആയിട്ടില്ല ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു എഞ്ചിൻ ഉപയോഗിച്ചും പറന്നു പോകാവുന്നതാണ്. ഇവിടെ മൂക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ വിമാനത്തിന്റെ ത്രസ്റ്റും പവറും പോയത് വൈദ്യുത ബന്ധം ഉയർണം താറുമാറായതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വൈദ്യുത ബന്ധം താറുമാറായപ്പോൾ ഓട്ടോമാറ്റിക് പ്രവർത്തിച്ച റാറ്റ് എഞ്ചിന്റെ പവർ കൊണ്ട് അതിന്റെ മൂക്ക് ഉയർത്താൻ ശ്രമിക്കുക. അപ്പം റാറ്റ് എഞ്ചിന് അധികം പവർ ഇല്ല, കൂടുതൽ സമയം അത്തരത്തിലുള്ള ഒരു ഉയർത്തൽ സാധ്യമല്ല. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു വെടിയേറ്റ പക്ഷി വീഴുന്ന പോലെ ആ കെട്ടിടത്തിലേക്ക് ഇടിച്ചു വീഴുകയാണ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇത് ഇപ്പോൾ വിമാനം പറക്കുന്ന നേരെ പറന്ന സമയത്തായിരിക്കാം ഈ അപകട സന്ദേശം അയച്ചത്. കാരണം താഴ്ന്ന് വീഴാൻ പോവുകയാണ്. അപ്പൊ പരമാവധി ഒരു കെട്ടിടത്തിലൊന്നും തട്ടാതെ ഒന്ന് മൂക്കുയർത്തി കൊണ്ടുപോയി അതിന് ഏതെങ്കിലും ഒരു സ്ഥലത്തോടെ ക്രാഷ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പൈലറ്റ് ശ്രമിക്കുന്നുള്ളത് വസ്തുതയാണ്. വിമാനം ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പറന്ന് പൊങ്ങുന്ന രീതി, അതായത് ലാൻഡിങ് അബോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ വിമാനം അമേരിക്കയിലെ ചിക്കാഗോയിലെ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് മറ്റൊരു വിമാനം അതിന്റെ സമീപത്ത് വരുന്നതായി കണ്ടത്. ആ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് മൂക്കുയർത്തി ഉയർന്നു പോകുന്നുണ്ടോ. അപ്പൊ ഇത്തരത്തിൽ പൈലറ്റുമാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫുൾ ത്രസ്റ്റിലും ലിഫ്റ്റിലും ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ കേസിനകത്ത് വന്നപ്പോഴത്തേനും ഇത്തരത്തിൽ ഒരു ത്രസ്റ്റും ലിഫ്റ്റും കിട്ടാതെ വിമാനത്തിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു പൈലറ്റിന്റെ നിസ്സഹായാവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പൈലറ്റ്സ് രണ്ടുപേരും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഒരു മെയിൻ പൈലറ്റായ സുമിത് അഗർവാൾ ഏകദേശം 8500ഓളം മണിക്കൂർ വിമാനം പറത്തിയ ആളാണ്. സഹ പൈലറ്റിന് ഏകദേശം 1500ഓളം മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പൈലറ്റ്സുമാർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷെ വിമാനത്തിന് പവറും അതിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള എനർജി ഏത് മെക്കാനിക്കൽ സൈഡിൽ നിന്നാണോ കിട്ടുന്നത് അത് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദൗർഭാഗ്യം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് പൈലറ്റ്സ് ആ മൂക്ക് ഉയർത്താൻ വേണ്ടി ചെയ്ത ശ്രമം അത് വളരെ വളരെ നിർണായകമാണ്. ആ മൂക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് പൈലറ്റ്സിന് യാതൊരു കാരണവശാലും പവർ ലിഫ്റ്റ് കിട്ടാതെ പോയതുകൊണ്ട് മാത്രമാണ് ആ കെട്ടിടത്തിലേക്ക് വന്ന് ഇടിക്കേണ്ടി വന്നത്. അവിടെ കെട്ടിടങ്ങളൊന്നുമില്ലാതെ ഒരു മരുപ്രദേശമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ക്രാഷ് ലാൻഡിങ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ ഒരു 1000 അടി പൊക്കത്തിൽ നിന്നായിരുന്നു ഇത് നഷ്ടപ്പെട്ടിരുന്നത്. ഈ പവറും ലിഫ്റ്റ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പോലും അതിനെ ഗ്ലൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇറക്കാനായിട്ടും സാധിക്കുമായിരുന്നു.